നികുതി അടയ്ക്കാൻ പോലും വരുമാനമില്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും പണം സംഭാവന നൽകുമോ? ഇല്ല. പക്ഷേ അങ്ങനെയുള്ള കമ്പനികൾ നിരവധിയുണ്ട് നാട്ടിൽ. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ 45 കമ്പനികൾ ഇങ്ങനെയാണ്. കൂടുതൽ കമ്പനികളും ഇലക്ട്രൽ ബോണ്ട് വാങ്ങി സംഭാവന നൽകിയത് രാജ്യം ഭരിക്കുന്ന BJPക്കും. ഈ വേദനിക്കുന്ന കോടീശ്വര കമ്പനികൾ 4 തരമുണ്ട്. 2016 മുതൽ 2023 വരെ നഷ്ടത്തിൽ പ്രവർത്തിച്ച 33 കമ്പനികൾ. നഷ്ടം 1 ലക്ഷം കോടിക്ക് മുകളിലെന്ന് ഇവർ തന്നെ പറയുന്നു. ഭാരതി എയർടെൽ, DLF ലക്ഷറി ഹോംസ്, പെഗാസസ് പ്രോപ്പർട്ടീസ്, ജിയോജിറ്റ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കമ്പനികൾ ഇക്കൂട്ടത്തിലുണ്ട്. ഇവരെല്ലാം കൂടി വാങ്ങിയത് 576.2 കോടിയുടെ ബോണ്ടുകളാണ്. ഇതിൽ 434.2 കോടി, അതായത് 75% കിട്ടിയത് BJPക്ക്. ഇനി രണ്ടാമത്തെ വിഭാഗം, ആകെ ലാഭത്തേക്കാൾ വലിയ തുക സംഭാവന നൽകിയവർ. 646 കോടിയുടെ ബോണ്ടുകളാണ് ഇതിൽപ്പെട്ട 6 കമ്പനികൾ വാങ്ങിയത്. ക്വിക്ക് സപ്ലൈ, മദൻലാൽ ലിമിറ്റഡ് എന്നിവരൊക്കെ ഇവരിൽപ്പെടും. 646 കോടിയിൽ 601 കോടിയും കിട്ടിയത് BJPക്ക്. നഷ്ടത്തിലാണെന്ന് കാണിച്ച് വലിയ നികുതി ഇളവ് നേടിയവരാണ് മറ്റൊരു വിഭാഗം. MKG എന്റർപ്രൈസസ്, പട്ടേൽ ഹൈവേ മാനേജ്മെന്റ്, ABC ഇന്ത്യ എന്നീ കമ്പനികൾ വാങ്ങിയിരിക്കുന്നത് 193.8 കോടിയുടെ ബോണ്ടുകൾ. ലാഭത്തിന്റെയോ നികുതി അടച്ച വിവരമോ ഇല്ലാത്ത കമ്പനികളാണ് നാലാമത്തെ വിഭാഗത്തിൽ. ഭാരതി ഇൻഫ്രാടെൽ സർവീസസ്, കമൽ ട്രേഡിംഗ്, ജയ് സസ്പെൻഷൻ ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ വാങ്ങിയത് 16.4 കോടിയുടെ ബോണ്ടാണ്. ഈ കമ്പനികളെക്കുറിച്ച് 2 സംശയങ്ങളാണ് ഉയരുന്നത്. ലാഭത്തിന്റെ കൃത്യമായ കണക്കുകൾ മനഃപൂർവ്വം മറച്ചുവെച്ച് നികുതി വെട്ടിപ്പ്. മറ്റൊന്ന്, കള്ളപ്പണ ഇടപാട് നടത്താനുണ്ടാക്കിയ ഷെൽ കമ്പനികൾ. അഴിമതിയുടെയും കള്ളപ്പണത്തിന്റെയും പേരിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ അഴിക്കുള്ളിലാക്കുന്ന പ്രവർത്തനം EDയും CBIയും ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സജീവമാക്കുന്ന സമയമാണ്. കൺമുന്നിൽ കിടക്കുന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ ഈ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഇനി ഇവർ അറിഞ്ഞില്ലെന്ന് നടിക്കുന്നതോ?